ഗൈസ്, അപ്പോൾ ഇന്നുണ്ടല്ലോ എൻ്റെ സിസ്റ്റർ ബേബിൻ്റെ ബർത്ത്ഡേ ഉണ്ടോ, അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ഓനക്ക് ഒരു ഡ്രസ്സും പിന്നെ ഒരു ചെറിയ വണ്ടി, ഓൻ്റെ പേര് ഫൈസാൻ മുഹമ്മദ് എന്നാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ആൺകുട്ടിക്ക് വണ്ടിയൊക്കെ ആവുമല്ലോ ക്രൈസ്. അപ്പം അതും പാടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നത് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ നല്ല അടിപൊളി മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓൻ്റെ ഒരു സൈസിന് ഇത് ഓക്കെ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് നന്നായിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സ് നോക്കി. കുറേ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ മോഡലാട്ടോ നോക്കിയത്. കാര്യം ഇതേപോലത്തെ മോഡൽ ഇട്ടാലാണ് അവനക്ക് കുറച്ചും പാടെ ഒരു ലുക്ക് ഉണ്ടാവുക. ആൾ കുറച്ച് തടിച്ചിട്ടൊക്കെയാണ്, അപ്പം കുറച്ചൊരു രസം ഉണ്ടാവുക ഇങ്ങനത്തെ ഒരു മോഡൽ ഇട്ടാലാട്ടോ. അപ്പം ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ഞാൻ കുറച്ച് നോക്കി കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം നോക്കി. പിന്നെ അതിലൊക്കെ വന്നിട്ട് എനിക്ക് കുറച്ചും പാടെ ഇഷ്ടമായത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ. ഇതാവുമ്പോൾ അതിൻ്റെ ക്ലോത്തും കാര്യങ്ങളെല്ലാം ഭയങ്കര എന്താ പറയുക, ഇട്ട് കഴിയണമെങ്കിൽ ഒരു കംഫർട്ട് ഫീലാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബനിയൻ്റെതാണ് ക്ലോത്ത് വരുന്നത്. അപ്പം കുഞ്ഞു മക്കളും ആണല്ലോ, അപ്പോൾ അവർക്കൊരു ഡിസ്കംഫർട്ടായിട്ട് നിൽക്കരുത്, അത്രേ ഉള്ളൂ ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിങ്ങനെ കുറേ ഇങ്ങനെ തപ്പിത്തെരഞ്ഞ് അവസാനം എന്താണ്ട് ഈ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ കളർ ഷൂ ഉണ്ടല്ലോ, അതിങ്ങനെ ലേറ്റ് എത്തുട്ടോ. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര രസമാണല്ലോ. അവർക്ക് ഇങ്ങനെ ഇട്ട് നടക്കുമ്പോൾ ലേറ്റും സൗണ്ടും പാട്ടും അതൊക്കെ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഇത് രണ്ടും എടുക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ അത് രണ്ടും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അത് രണ്ടും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ പോയത് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല എന്നെ സംബന്ധിച്ച്. കുറേ ഇങ്ങനെ നോക്കി എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എവിടെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികളെ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കണ്ടോ. അങ്ങനെ ഇവിടെ എത്തി. ഇവിടുന്ന് ഞാൻ ഈ ഒരു ചെയർ പോലത്തെ ഒരു സംഭവം കേട്ടോ സെലക്ട് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓനക്ക് ഒരുപാട് വണ്ടി അവിടെ ഉണ്ടെന്നാണ് ഞാൻ സിസ്റ്ററെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്നോട് ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അതും വാങ്ങിക്കാണ്ട് നേരെ അവിടെ എത്തിയിട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഈ ഒരു കാണുന്നത്. പിന്നെ ഇത് അവൻ്റെ പപ്പ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഫൈസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ഒരു അടിപൊളി സംഭവം അയക്കണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് പാട്ടും വണ്ടി മുന്നോട്ടും ബാക്കോട്ടും അങ്ങനത്തെ ഒക്കെ സംഗീത സംവിധാനം അങ്ങനെ എന്തോ പറയില്ല, അങ്ങനത്തെ സുനകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാണ്ട് പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒക്കെ ബാക്കി നല്ല ഗ്രാൻഡ് ആക്കിയല്ലോ അപ്പൊ നോക്കിയപ്പോ സ്ലോ മോഷനിൽ കണ്ണാടി എടുക്കാനറിയാം തലയെ കൊണ്ടുപോകും. നല്ല രസമുണ്ട്. പിന്നെ നമ്മളെ കേക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഓല എവിടെ നിന്ന് ഓർഡർ ചെയ്തോന്ന് എനിക്കറിയില്ല, ഞാനതും ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്കിഷ്ടമായിട്ട് സംഗതി വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്വാളിറ്റിയിലും ഉള്ള സംഗതി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടിയിരിക്കണം കേട്ടോ. ആ പൂവും കാര്യങ്ങളൊക്കെ ഒന്നുപോലും എന്താ പറയുക പെട്ടിൻ്റെ മുകളിലാവാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിരിക്കുന്ന സാധനം എന്തായാലും. അങ്ങനെ അത് മുറിക്കാനുള്ള പരിപാടിയിലാണ്. ഓൻ്റെ വണ്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു വട്ടം ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയതാട്ടോ അതിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഓൻ്റെ പപ്പ മമ്മ ഓൻ്റെ സിസ്റ്റർ ഒക്കെ വെച്ചാൽ അതങ്ങ് കട്ട് ചെയ്ത് ആ ഒരു ചടങ്ങ് നമ്മൾ പൂർത്തീകരിക്കുകയാണല്ലോ. അങ്ങനെ ആ കേക്ക് കട്ടിങ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓനക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. ഓനാകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഓനക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഓനാകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണോ. ഓനക്ക് എന്താ പറയുക അങ്ങനത്തെ കളിയോ ചെറിയോ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. അതെന്താണെന്നറിയില്ല, അതൊന്നും വരുന്നില്ല കേട്ടോ അവൻ്റെ മുഖത്ത് വന്നിട്ട്. പിന്നെ അവൻ്റെ മുഖം കാണിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു മുഖം കാണിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഖം കാണിക്കാൻ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് അങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഞാൻ വീഡിയോ ആക്കിയത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമുക്കുള്ള
കേക്ക് കട്ട് ചെയ്യേണ്ടി ആ കട്ടിങ് ആട്ടോ ഈ കാണുന്നത്. ഈ കട്ടിങ്ങിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ പീസ് വെച്ച് കണ്ട് കേക്ക് ഉണ്ട് ഗൈസ്, കേക്ക് ഉണ്ട്. അങ്ങനെ ഒരു കേക്ക് ഞാൻ തന്നിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് കുറച്ച് വയ്യ അതിൻ്റെ ബ്രദറാണുണ്ടോ, ഓൻ്റെ ആ പുച്ഛഭാവം നോക്കണ്ട, ആളൊരു പാവാണുണ്ടോ. എപ്പോഴും അങ്ങനത്തെ ഒരു ഫേസ് തന്നെ വരുള്ളൂ. എനിക്ക് എത്ര നമ്മൾ ചിരിച്ചിട്ടുണ്ടെങ്കിലും വർത്തമാനം പറയണമെങ്കിലൊക്കെ ആ ഒരു ഫേസ് തന്നെ വരുള്ളൂ കേട്ടോ. അതിനെ കണ്ട് അത് നിങ്ങളാരും മെയിൻറ്റെയിൻ ചെയ്യണ്ട. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്ക് തിന്നുകണ്ടോ. എനിക്ക് മധുരം ഓവർ ഇഷ്ടമല്ല, എന്നാലും ഞാനൊരു കഷ്ണം തിന്ന് കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കേക്ക് വന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി, എന്തൊക്കെ കൊണ്ടേനി കേട്ടോ. അങ്ങനെ അത് തിന്നുങ്ങാണ്ട് പിന്നെ വേറെ ഒന്നുമില്ല. അത് തിന്നാണ്ട് നമ്മൾ നേരെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂട്ടത്തിൽ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ, ടാറ്റാ.